ദൈവനാമത്തിനു മഹത്വമുണ്ടായിരിക്കട്ടെ. ഞാൻ ജന്യ ശിവ ജെയിംസ്, സെന്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് CSI ചർച്ച് ആലുവയിലെ സഭാംഗമാണ്. ജേണി ത്രൂ ദി സാംസിൻ്റെ 16-ാം ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വേദഭാഗം സങ്കീർത്തനം 13. ഈ സങ്കീർത്തനത്തെ നമുക്ക് 3 ഭാഗങ്ങളായി തരംതിരിക്കാം. 1. വ്യാകുലതയിൽ നിന്നും ഉയരുന്ന ചോദ്യം. 2. ഭക്തന്റെ പ്രാർത്ഥന. 3. വിശ്വാസത്തിൽ നിന്നും ഉയരുന്ന സന്തോഷ കീർത്തനം. ഈ സങ്കീർത്തനത്തിൽ മുഴുവനായി കാണുവാൻ സാധിക്കുന്നത് ക്ലേശനിർഭരമായ സാഹചര്യത്തിൽ പരിഭ്രമവും നിരാശയും ബാധിച്ച വിലാപമാണ്. ഈ സങ്കീർത്തനം ചെറുതെങ്കിലും മൗലികമായ പല ആത്മീയ സത്യങ്ങളും വെളിപ്പെടുത്തുന്നു. യഹോവയിലുള്ള നമ്മുടെ അചഞ്ചലമായ വിശ്വാസവും സമ്പൂർണമായ ആശ്രയവും എപ്രകാരം നമ്മിൽ മാറ്റം വരുത്തുന്നു എന്ന് വ്യക്തമാക്കുന്നു. നിരാശയിൽ ആരംഭിച്ചു സന്തോഷത്തിന്റെ കീർത്തനം ആലപിച്ചുകൊണ്ടും പരാതിയുടെ വാക്കുകളിൽ തുടങ്ങി സ്തുതിയുടെയും സ്തോത്രത്തിന്റെയും ശബ്ദത്തിൽ അവസാനിക്കുകയും നൈരാശ്യത്തിൽ നിന്നും പ്രത്യാശയിൽ എത്തിച്ചേരുന്ന ചിത്രമാണ് നമ്മൾ കാണുന്നത്. ജീവിതത്തിൽ പ്രതിസന്ധികളും കഷ്ടതകളും അഭിമുഖീകരിക്കുമ്പോൾ ഏത് വിശ്വാസിയുടെയും ഹൃദയത്തിൽ നിന്നും ഉയരുന്ന ചിന്തകളാണിത്. ഇനി നമുക്ക് 1-2 വാക്യങ്ങൾ നോക്കാം. ഇതിൽ കാണാൻ സാധിക്കുന്നത് കർത്താവെ, എത്രത്തോളം ഞാൻ ഈ ദുഃഖം സഹിക്കേണ്ടി വരും എന്ന നെടുവീർപ്പാണ്. ദാവീദ് തന്റെ ജീവിത സാഹചര്യവുമായി ബന്ധപ്പെട്ട് ദൈവത്തോട് ചോദിക്കുകയാണ്. ദൈവം നമ്മെ മറക്കുമോ? ദൈവം തന്റെ മുഖം നമ്മിൽ നിന്ന് മറച്ചു കളയുമോ? ബൈബിളിൽ നാം നോക്കിയാൽ കാണാം, ദൈവം നമ്മെ ഒരിക്കലും മറക്കുകയില്ല. 3-4 വാക്യത്തിൽ മരണനിദ്ര പ്രാപിക്കാതിരിക്കാൻ എൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ എന്ന ഭക്തന്റെ പ്രാർത്ഥന. ആത്മീയമായ പ്രാർത്ഥനയാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്. കടാശിക്കണമേ, ഉത്തരമരുളണമേ, പ്രകാശിപ്പിക്കണമേ എന്ന പദങ്ങളാണ് ദാവീദ് ഇവിടെ പറയുന്നത്. നിരാശ തോന്നുന്ന വേളയിലും ദൈവത്തിന്റെ ഭക്തൻ കർത്താവിനോട് കൃപയ്ക്കു വേണ്ടി യാചിക്കുകയാണ്. മരണനിദ്ര എന്നുള്ളത് നിത്യമായ നിദ്രയാണ്. മരണനിദ്ര പ്രാപിക്കാതിരിക്കേണ്ടതിന് നീ എൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിച്ചാൽ നാം മരണനിദ്ര പ്രാപിക്കുകയില്ല. ശാരീരികമായ മരണമല്ല, ആത്മീയമായ മരണമാണ് എന്ന് നാം മനസ്സിലാക്കണം. 5-6 വാക്യങ്ങളിൽ നാം കാണുന്നത് വിശ്വാസത്തിൽ നിന്നും ഉയരുന്ന സന്തോഷ കീർത്തനമാണ്. ഈ സങ്കീർത്തനത്തിന്റെ ആരംഭത്തിൽ വേദനയും പരാതിയും നിരാശയുമൊക്കെ ആയിരുന്നുവെങ്കിൽ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ എൻ്റെ ഹൃദയം നിന്റെ രക്ഷയിൽ ആനന്ദിക്കും. യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്കൊണ്ട് ഞാൻ അവന് പാട്ടുപാടും. സന്തോഷത്തിന്റെ, വിശ്വാസത്തിന്റെ, ദൃഢതയുടെ വാക്കുകളാണിത്. ദാവീദിന്റെ മിക്ക സങ്കീർത്തനങ്ങളിലും ആരംഭത്തിൽ നിരാശയുടേതായിരിക്കാം. പക്ഷേ പാടി പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ ഭാരങ്ങൾ ഇറക്കി വെച്ച് മുന്നോട്ട് വരുമ്പോൾ ആ ഭാരങ്ങൾ അകന്നവനായി, സന്തോഷിക്കുന്നവനായി, പാട്ടുപാടുന്നവനായി, ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു എന്ന് ഉറപ്പോടെ പ്രഖ്യാപിക്കുന്നവനായി നാം കാണാം. ദൈവസന്നിധിയിൽ നമുക്കൊരു സന്തോഷമുണ്ട്, ഉല്ലാസമുണ്ട്, രക്ഷയിൽ ആനന്ദിക്കുകയും ചെയ്യാം. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും സങ്കടങ്ങളും ദൈവസമക്ഷം സമർപ്പിക്കുക. അവിടുന്ന് തീർച്ചയായും വിടുതൽ നൽകും. അതിനാൽ വിശ്വാസപൂർവം ദൈവത്തോട് വിളിച്ചപേക്ഷിക്കാം. ദൈവത്തിന്റെ രക്ഷയിലും അവിടുന്ന് നൽകുന്ന ദിവ്യ പരിപാലനത്തിലും നമുക്ക് സങ്കീർത്തനകാരനെ പോലെ പാടി സ്തുതിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഈ നല്ല ദിനത്തിനായി നന്ദി പറയുന്നു. യേശുവേ, ഞങ്ങളുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ഉല്ലാസത്തോടെ, ആനന്ദത്തോടെ ഞാൻ ദൈവത്തിന് പാട്ടുപാടും. ദൈവം നമ്മെ ഒരു കാലത്തും തള്ളിക്കളയത്തില്ല. ദൈവം നമ്മെ ഒരിക്കലും മറന്നു കളയത്തില്ല. മറന്നു കളയാത്ത, തള്ളിക്കളയാത്ത ആ ദൈവത്തിൽ നമ്മളെ പൂർണ്ണമായി സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.